നമ്മളിന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന സോഫ്റ്റ്വെയർ teacherresources എന്നുള്ള സോഫ്റ്റ്വെയറാണ്. ഇൻട്രാക്റ്റീവ് വൈറ്റ് ബോർഡ് സോഫ്റ്റ്വെയറാണ് teacherresources. ഇത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള യൂസർ ഫ്രണ്ട്ലി സോഫ്റ്റ്വെയറാണ്. ഇത് എഡ്യൂക്കേഷണൽ പർപ്പസിന് യൂസ് ചെയ്യാം, ഓഫീസ് പർപ്പസിന് യൂസ് ചെയ്യാം, ട്രെയിനിങ് റൂം പർപ്പസിന് യൂസ് ചെയ്യാം. അങ്ങനെ പലതരം യൂസേജ് വരുന്ന സോഫ്റ്റ്വെയറാണ് teacherresources. ഇത് നമുക്ക് ബേസിക് ആയിട്ട് വരുന്നത് ന്യൂ ലൈൻ ഇൻട്രാക്റ്റീവ് പാനലുകളുടെ കൂട്ടത്തിലാണ് വരുന്നത്. ന്യൂ ലൈൻ ഇൻട്രാക്റ്റീവ് പാനൽ എന്ന് പറയുകയാണെങ്കിൽ അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാനലുകളുണ്ട്. അത് ഇൻട്രാക്റ്റീവ് പാനലുകളുണ്ട്, ഇൻട്രാക്റ്റീവ് വൈറ്റ് ബോർഡുകളുണ്ട്. അതായത് നമുക്ക് ബോർഡ് പ്രൊജക്ടേഴ്സ് കോമ്പിനേഷനിൽ വരുന്ന ഇൻട്രാക്റ്റീവ് വൈറ്റ് ബോർഡുകളുണ്ട്. അതുകൂടാതെ തന്നെ ഡോക്യുമെൻറ്റ് ക്യാമറാസ് ഉണ്ട്. പലതരം ഡിവൈസുകൾ ന്യൂ ലൈൻ അവൈലബിൾ ആണ്. അതിൽ അവരുടെ സോഫ്റ്റ്വെയർ ആയിട്ട് വരുന്നതാണ് teacherresources. നമുക്ക് ബേസിക് ആയിട്ട് ന്യൂ ലൈൻ്റെ കൂട്ടത്തിലാണ് കൂടുതലായിട്ട് വരുന്നത്. പക്ഷേ ന്യൂ ലൈൻ കൂടാതെ പ്രോമാർക്ക്, എയ്സർ എന്നിവ പാനലുകളും സപ്പോർട്ട് ചെയ്യുന്നതാണ്. ന്യൂ ലൈൻ്റെ ബ്രാൻഡായി ഹൈറ്റ് വിഷൻ എന്ന് പറയുന്ന ഇൻട്രാക്റ്റീവ് ബോർഡ് വരുന്ന സോഫ്റ്റ്വെയറും ഈ teacherresources ആണ്. അതുകൂടാതെ ഈ teacherresources എന്ന് പറഞ്ഞ പഴയൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. നമുക്ക് ആ പഴയ സോഫ്റ്റ്വെയർ അല്ല നമുക്ക് യൂസ് ചെയ്യുന്നത്. teacherresources എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറാണ് നമുക്ക് വേണ്ടത്. ഇത് നമ്മൾ ഈ കാണുന്ന വെബ്സൈറ്റ് ന്യൂ ലൈൻ്റെ വെബ്സൈറ്റാണ്. ന്യൂ ലൈൻ്റെ വെബ്സൈറ്റിൽ നിന്നാണ് നമുക്ക് teacherresources ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്നത്. ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ teacherresources കുറിച്ച് ചെറിയ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ അടുത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. ഫിറ്റ് ഫോർ എനി സബ്ജക്റ്റ് എന്ന ഡിസ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. അതിനകത്ത് മാത്സ്, കെമിസ്ട്രി, ഫിസിക്സ് അടങ്ങിയ സബ്ജക്റ്റുകളെല്ലാം ബേസിക്കായിട്ട് വേണ്ട ടൂൾസുകളെല്ലാം ഈ teacherresources അടങ്ങിയിട്ടുണ്ടെന്നാണ് ഈ എംബ്ലറിൽ കാണിക്കുന്നത്. അതുകൂടാതെ ഇത് എങ്ങനെയാണ് ക്ലാസ് യൂസ് ചെയ്യുന്നതെന്നുള്ള ചെറിയൊരു ഫിഗർ എടുത്ത് കാണിച്ചിട്ടുണ്ട്, ഈ വെബ്സൈറ്റ് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്ന 3D ടൂൾസ് യൂസ് ചെയ്യാം. അത് ലാർജസ്റ്റ് ലിസ്റ്റ് ഓഫ് എഡിബിൾ ടൂൾസ് ഫോർ മാത്സ്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി എന്നിട്ട് കാണിച്ചിട്ടുണ്ട്. അത് മെഷറിംഗ് ടൂൾസ് ഉണ്ട്, മെഷറിംഗ് ആൻഡ് ലേണിംഗ് ടൂൾസ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതുകൂടാതെ 3D കാൽക്കുലേറ്ററും പിന്നെ റൂളേഴ്സ്, കോമ്പേഴ്സ്, അങ്ങനെ പ്രൊട്രാക്ടർ, അങ്ങനെയുള്ള ഇൻട്രാക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ടൂൾസുകളും ഇതിനകത്ത് തന്നെ കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്ത് വരുന്ന റൈറ്റിംഗ് ടൂൾസ് സെക്ഷനാണ്. വരുന്ന റൈറ്റിംഗ് ടൂൾസ് സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഹാൻഡ് റൈറ്റിംഗ് റെക്കഗ്നേഷനും ഉണ്ട്. അതുകൂടാതെ ഷേപ്പ് റെക്കഗ്നേഷൻ എന്ന് പറഞ്ഞ 2 സോഫ്റ്റ്വെയർ വരുന്നുണ്ട്. അടുത്തതായിട്ട് വരുന്നത് ഇതിനകത്ത് വർക്ക് ഗ്രൂപ്പായിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആ ഒരു ഫംഗ്ഷനാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അടുത്ത് മൾട്ടി ലാംഗ്വേജ് സപ്പോർട്ടാണ്. നമുക്ക് ബേസിക്കായിട്ട് വേണ്ട ഇംഗ്ലീഷാണ്. ഇതുകൂടെ ഇംഗ്ലീഷ്, ചൈനീസ്, ജാപ്പനീസ്, മലയാളം ഇതിൻ്റെ സപ്പോർട്ടാകുന്നില്ല. മലയാളം, ഹിന്ദി, ഇന്ത്യൻ ഭാഷകൾ വേറെ സപ്പോർട്ടാകുന്നില്ല. നമുക്ക് ബേസിക്കായിട്ട് വേണ്ട ഇംഗ്ലീഷ് മാത്രമാണ് ഇതിൻ്റെ സപ്പോർട്ടായിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള രാജ്യങ്ങളിൽ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് 23 ലാംഗ്വേജസ് അഡീഷണൽ സപ്പോർട്ടിങ് വരുന്നുണ്ട്. നമുക്കിനി അടുത്ത് തന്നെ ഡൗൺലോഡിങ് പോകാം. ഈ teacherresources ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഗൂഗിളിൽ കയറുക, teacherresources ഡൗൺലോഡ് എന്ന് കൊടുക്കുക. teacherresources എന്ന് തന്നെ കൊടുക്കണം. വെറും teacherresources എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പഴയ വേർഷനാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. പഴയ വേർഷൻസ് പലതും നമ്മുടെ പുതിയ സിസ്റ്റങ്ങൾ സപ്പോർട്ട് ആകത്തില്ല. വിൻഡോസ് 10 എബോവ് ഉള്ള ഡിവൈസുകൾ സപ്പോർട്ട് ചെയ്ത്, അതൊരു വിൻഡോസ് 7 സപ്പോർട്ട് ചെയ്തില്ല, 8.1 വരെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. നമുക്കിപ്പോൾ വേണ്ടത് teacherresources എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറാണ്. നമുക്ക് ഈ ഫസ്റ്റ് കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഈ വെബ്സൈറ്റിലോട്ട് പോകും. അത് ന്യൂ ലൈൻ്റെ വെബ്സൈറ്റാണ് വരുന്നത്. എന്നിട്ട് നമുക്ക് ഏറ്റവും താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകുന്നു കഴിഞ്ഞാൽ താഴെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ്സ് ഓപ്ഷൻ കിടപ്പുണ്ട്. അതിനകത്ത് മാക് ഇൻസ്റ്റലേഷൻ ഉണ്ട്, വിൻഡോസ് ഇൻസ്റ്റലേഷൻ ഉണ്ട്. നമ്മൾ ഈ വിൻഡോസ് ഇൻസ്റ്റലേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഓൾറെഡി മാക്കിൻ്റെ ഒരു വേർഷൻ കൂടെ ഡൗൺലോഡ് ആവുന്നുണ്ട്. നമുക്ക് ഡൗൺലോഡ് കൊടുക്കാം. ഞാൻ തൽക്കാലം പോസ് ചെയ്യുകയാണ്, കാരണം ഞാൻ ഓൾറെഡി അത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം 256 MB ഡൗൺലോഡ് വരുന്നുണ്ട് ഫയൽ. ഞാനത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യുമ്പോൾ സിപ്പ് ഫയലായിട്ടാണ് ഡൗൺലോഡ് ആകുന്നത്. നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ 7zip യൂസ് ചെയ്യും, അല്ലെങ്കിൽ വിൻഡോസിൻ്റെ തന്നെ എക്സ്ട്രാക്ട് ചെയ്യുന്ന വിൻഡോസിൻ്റെ എക്സ്ട്രാക്ടർ യൂസ് ചെയ്ത് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാം. ഇതാണ് എക്സ്ട്രാക്ട് ചെയ്ത ഫയൽ വരുന്നത്. നമുക്ക് നോക്കിയാൽ കാണാം ഇതിൻ്റെ വേർഷൻസ് teacherresources വേർഷൻ 5.3.54 ആണ് വരുന്നത്. ഇത് കാണിച്ചതിൻ്റെ റിലീസിങ് ഡേറ്റ് ആണ് 2023 2-ാം മാസം 14-ാം ദിവസമാണ് ഇതിൻ്റെ റിലീസിങ് നടന്നിരിക്കുന്നത്. നമുക്ക് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ 2 ഫോൾഡർ കാണാം. ഒന്ന് മാക്കിൻ്റെയാണ് വരുന്നത്. മാക് OSൻ്റെ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അതാണ് ഇൻസ്റ്റാളേഷൻ ഫയൽ കാണിക്കുന്നത്. അടുത്തതായിട്ടാണ് ഇതാണ് നമുക്ക് വിൻഡോസിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള teacherresources വേർഷൻസ് 5.3.54 stage 2023-21/4 ഡൗൺലോഡ് കൊടുക്കുക. ഇൻസ്റ്റലേഷൻ കൊടുക്കുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് സാധാരണ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഇൻസ്റ്റാൾ ചെയ്യാം. യെസ് കൊടുക്കുക.
നമുക്കിവിടെ ലാംഗ്വേജ് സെറ്റ് ചെയ്യാം. ഈ ലാംഗ്വേജ് വരുന്ന ഇൻസ്റ്റലേഷൻ ലാംഗ്വേജ് ആണ്. ഈ ലാംഗ്വേജ് ഇൻസ്റ്റാൾ ഇപ്പോൾ ഇംഗ്ലീഷ് മാറ്റിയിട്ട് നമ്മൾ ഫ്രാൻസ് എല്ലാം ആക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതെല്ലാം ഈ ഫ്രാൻസ് ഭാഷയിലാണ് ഇവിടെ കാണിക്കുന്നത്. ചൈനീസ് ആക്കി കഴിഞ്ഞാൽ മൊത്തം ചൈനീസിലാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇംഗ്ലീഷ് തന്നെയാണോ നമ്മൾ ശ്രദ്ധിക്കണം എപ്പോഴും. ഓക്കെ കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധാരണ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെയാണ്. ഇതിനകത്ത് ഇപ്പോൾ ഇൻസ്റ്റാളിംഗ് പാത്ത് കിടക്കുന്ന സി ഫോൾഡറിലാണ്. സി ഡ്രൈവിൽ പ്രോഗ്രാം ഫയൽ എന്ന് പറഞ്ഞ ഫോൾഡറിലാണ് ഇൻസ്റ്റാൾ ചെയ്ത് teaching2. നമുക്കിത് മാറ്റണമെങ്കിൽ ഒന്നിക്കൂടി ഡ്രൈവ് ഉള്ളവർക്ക് നമുക്ക് മാറ്റണമെങ്കിൽ ഇത് മാറ്റാം. ബ്രൗസ് കൊടുത്ത് പാത്ത് സെറ്റ് ചെയ്താൽ മാത്രം മതി. പിന്നെ നമുക്കിതിൻ്റെ ഏകദേശം ഇതിന് വേണ്ട ഡിസ്ക് സ്പേസ് എന്ന് പറഞ്ഞാൽ 1.23 GB ആണ് വേണ്ടത്. നമുക്ക് ബേസ് ആയിട്ടുള്ള ഇത്രയും ഒരു 1.23 GB ഇത് ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് ഇൻസ്റ്റാൾ ആകത്തുള്ളൂ. നെക്സ്റ്റ് കൊടുക്കുക. ഇനി ക്രിയേറ്റ് എ ഡെസ്ക്ടോപ്പ് കൊടുക്കുക. ശ്രദ്ധിക്കണം, ഈ ക്രിയേറ്റ് എ ഡെസ്ക്ടോപ്പ് കൊടുത്തില്ലെങ്കിൽ നമുക്ക് നമ്മളിത് യൂസ് ചെയ്യുന്ന ഇൻട്രാക്റ്റീവ് ഫങ്ഷൻസ് ആണ്. അപ്പം ഹോം സ്ക്രീനിൽ വന്ന് കിടക്കുകയല്ല. നമ്മളിത് കൊടുക്കാൻ ക്രിയേറ്റ് എ ഡെസ്ക്ടോപ്പ് ഷോർട്ട് കട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. നെക്സ്റ്റ് കൊടുക്കുക. സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ റെഡി ടു ഇൻസ്റ്റലേഷൻ വരുന്ന ആ ഒരു ഡെഫിനേഷൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഡിസ്ക്രിപ്ഷനാണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഇൻസ്റ്റാൾ കൊടുക്കുക. ഇവിടെ ഇൻസ്റ്റാൾ കൊടുത്താൽ ഈ കാണുന്ന പ്രോഗ്രസിങ് ബാറിൽ കാണിച്ചിരിക്കുന്നത് ഇൻസ്റ്റലേഷൻ ആണ് ബാറിൽ കാണിച്ചിരിക്കുന്നത്. കാരണം എങ്ങോട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. പ്രോഗ്രാം ഫയൽ into 86 ഇൻസ്റ്റാൾ ആവുന്നത്. teacherresources എന്നുള്ള ഫോൾഡറിലോട്ടാണ് ഇൻസ്റ്റാൾ ആവുന്നത്. ഓക്കെ, ഈ കാണുന്നതല്ല ഇവിടെ ഈ മാറി വീണതല്ല ഇതിൻ്റെ ഓരോരോ ഫയലുകളാണ് വരുന്നത്. ഇൻസ്റ്റലേഷൻ പ്രോസസ്സിൽ വരുന്ന ഫയലുകളാണ്. അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ വെബ്സൈറ്റ് ഒന്നുകൂടെ നോക്കാം. ആദ്യം പറഞ്ഞ പോലെ ന്യൂലൈൻ്റെ വെബ്സൈറ്റാണിത്. ഇപ്പോൾ ന്യൂലൈൻ്റെ വെബ്സൈറ്റിലാണ് ഇത് അവൈലബിൾ. അല്ലാതെ ഓരോ ഫ്രീ വേർഷൻസ് നമുക്ക് ഓരോരോ സോഫ്റ്റ്വെയറും വേറെ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള സോഫ്റ്റോണിക്കിനകത്തൊക്കെ ഇത് അവൈലബിൾ ആണ്. പക്ഷേ എന്നാലും നമുക്ക് ഇതായിരിക്കും കുറച്ചുകൂടെ സേഫ്. ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നമുക്ക് സേഫ് ആയിട്ട് വരുന്നത്. കാരണം ഇതൊരു ബ്രാൻഡിൻ്റെ തന്നെ അണ്ടറിൽ വരുന്നതാണ്. ന്യൂലൈൻ എന്ന് പറയുന്ന ബ്രാൻഡിൽ വരുന്നത്. താഴെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ന്യൂലൈൻ്റെ പല സീരീസ് ഇവിടെ കാണാം. എസ് സീരീസ്, ഇസഡ് സീരീസ്, ക്യൂ സീരീസ്, Q+ സീരീസ്, IP+ സീരീസ്, ND സീരീസ്, ഫ്ലെക്സ് സീരീസ്. ന്യൂലൈൻ എന്ന് പറഞ്ഞാൽ ബേസിക്കായിട്ടൊരു ഇൻട്രാക്റ്റീവ് പാനലുകൾ കമ്പനിയാണ്. അതിൻ്റെ അകത്ത് വരുന്നത് ചില പാനലുകളിൽ ബേസിക്കായിട്ട് ആൻഡ്രോയിഡ് ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. നമുക്കിത് വിൻഡോസ് സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് ഇത് വിൻഡോസിൻ്റെ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. വിൻഡോസ് ആയിട്ടുള്ള OPS ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ OPS അല്ലെങ്കിൽ PC കണക്ട് ചെയ്താൽ മാത്രമേ ഇത് സപ്പോർട്ട് ആവുള്ളൂ. ഇവിടെ ഇൻസ്റ്റലേഷൻ പ്രോസസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അധികം നേരം വേണ്ട ഇൻസ്റ്റാൾ കംപ്ലീറ്റ് ആകാൻ വേണ്ടി. ഏകദേശം ഇൻസ്റ്റലേഷൻ പകുതിക്കുള്ളിൽ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെ നമുക്ക് ഓൾറെഡി കാണാം ഇതിൻ്റെ റെക്കോർഡിംഗ് ഫയലുകളൊക്കെ എല്ലാം ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇതിൽ തന്നെ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു റെക്കോർഡിംഗ് ക്ലാസ് റെക്കോർഡ് ചെയ്യാനും അതിൻ്റെ സൗണ്ട് വിത്ത് ക്യാമറയൊക്കെ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ഹൈറ്റിവിഷൻ്റെ തന്നെ ഒരു സോഫ്റ്റ്വെയർ ഒക്കെ ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. ഇത് പല പ്ലഗിൻസ് യൂസ് ചെയ്യാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കാണിക്കുന്ന ഹൈറ്റിവിഷൻ എന്ന് പറഞ്ഞൊരു ബോർഡ്, ഇൻട്രാക്റ്റീവ് ബോർഡിൻ്റെ പ്ലഗിൻസാണ് വർക്ക് ചെയ്യുന്നത്. ഏകദേശം ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആകാറായി. മാക്സിമം ഒരു 1 to 2 മിനിറ്റുകളോ മതിയായിരിക്കും ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആകാൻ. നമ്മൾ ഓരോ യൂസ് ചെയ്യുന്ന സിസ്റ്റംസിന് അനുസരിച്ചിരിക്കും ഇതിൻ്റെ റെസ്പോൺസ് ടൈം വരുന്നത്. നമ്മൾ ഇൻട്രാക്റ്റിവിറ്റി യൂസ് ചെയ്യുമ്പോഴും ആ സിസ്റ്റത്തിനനുസരിച്ച് ആണ് ഇതിൻ്റെ ടച്ച് റെസ്പോൺസ് ടൈം വരുന്നത്. നമുക്കിവിടെ അതിൻ്റെ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. teacherresources ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലോഞ്ച് teacherresources കാണിക്കുന്നത്. നമുക്ക് ഫിനിഷ് കൊടുക്കാം. ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് സിസ്റ്റമാണോ യൂസ് ചെയ്യുന്ന ആ സിസ്റ്റത്തിനനുസരിച്ചാണ് ഇതിൻ്റെ ഫങ്ഷൻസ് വരുന്നത്. മെയിനായിട്ട് റെസ്പോൺസ് ടൈമും സ്പീഡും മറ്റു കാര്യങ്ങളെല്ലാം വരുന്നത്. നമുക്ക് ഒരു i5 ആണ് ഞാൻ മിനിമമായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. i3 സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. ഇത് ഓപ്പണായി വരുമ്പോൾ തന്നെ നമുക്ക് നോക്കി കാണാം. പ്ലീസ് കണക്ട് ദ എക്യുപ്മെൻറ്റ്സ്. അതായത് ഞാൻ ആദ്യം പറഞ്ഞ തന്നെ ഇൻട്രാക്റ്റീവ് പാനലുകളായ ന്യൂലൈന്, പ്രോമാർക്ക്, ഹൈറ്റിവിഷന്, ഏസർ എന്ന പാനലുകളെ കണക്ട് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ഈ ഒരു പോപ്പപ്പ് മെസ്സേജ് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബ്ലോക്ക് വെച്ചാൽ ലൈസൻസ് പോലെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ പാനലുമായിട്ട് കണക്ട് ചെയ്താൽ ഈ മെസ്സേജ് പിന്നെ വരത്തില്ല. നമ്മൾ ഈ ഒരു സെപ്പറേറ്റ് ഒരു PC ഇൻസ്റ്റാൾ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനൊരു മെസ്സേജ് പോപ്പപ്പ് ചെയ്ത് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇത് തൽക്കാലത്തേക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. ഓക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ക്ലോസ് ആയിക്കോളും. നമുക്ക് ബാക്കി യൂസ് ചെയ്യാൻ പറ്റുന്ന സാധാരണ യൂസ് ചെയ്യുന്ന പോലെല്ലാം യൂസ് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കിയുള്ള ഡിസ്ക്രിപ്ഷൻസ് എല്ലാം, ടൂൾസിനെ കുറിച്ചുള്ള എല്ലാ ഡിസ്ക്രിപ്ഷൻസും എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്.